ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ഫോറസ്റ്റ് പോയിട്ട് കപ്പയും ബീഫും കൂടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടത്. അപ്പം ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. ഒരു അടിപൊളി വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനേ പറ്റില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സംഭവം നല്ല അടിപൊളി കാടാണ്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കാട്ടിനുള്ളിലൊക്കെ പോയിട്ട് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കണമെന്ന്. അങ്ങനെ ആ ആഗ്രഹം സാധിച്ചൊരു ദിവസമാണ്. അപ്പം നമ്മൾ നല്ല കപ്പയും നല്ല ബീഫായിട്ട് ഉണ്ടാക്കുന്നത്. ഈ കാടിനോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു കാട്ടരുവി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എവിടെയാണ് സ്ഥലം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരില്ല. കാരണം ഇതുപോലെ കാട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള പെർമിഷനൊന്നുമില്ല. ഇത് ഞാൻ അവിടെ അറിയുന്ന ഒരാളെ കെയർ ഓഫ് പോയതുകൊണ്ടാണ് എനിക്കിത് കുക്ക് ചെയ്യാൻ സാധിച്ചത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ വലിയ വലിയ വന്യമൃഗങ്ങളും വിഷമുള്ള പാമ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ബീഫ് ഞങ്ങൾ വാങ്ങിട്ടോ. ഒരു 1.5 കിലോ ബീഫ്. ചേട്ടതാ ബീഫൊക്കെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് തന്നിട്ടോ. സംഭവം നല്ല ബീഫൊക്കെ ആയിരുന്നു. നേരത്തെ പോണ്ടില്ലേ? അങ്ങനെ ഞങ്ങളെ കൂടെയുള്ള എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് പോവുക കേട്ടോ. സംഭവം ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു അരുവിന്റെ നടുവിലൂടെ ചെറിയൊരു പാലം, ആ പാലത്തിന്റെ അപ്പുറത്ത് ഫോറസ്റ്റ്. ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബീഫൊക്കെ പിടിച്ച് നേരെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഞങ്ങളിതാ പോകുന്ന വഴിയൊക്കെ ഭയങ്കര കഠിനമായിരുന്നു കേട്ടോ. കാരണം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആണെങ്കിൽ അവിടെ നിന്ന് വീഴുന്ന ഉറപ്പാണ്. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള വഴികളിലൂടെയാണ് പോകുന്നത്. പിന്നെ അവിടെ പാമ്പുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ ചേട്ടതാ ഉള്ളിയൊക്കെ തോല് പൊളിച്ച് പരിപാടി തുടങ്ങി. ഉള്ളിയൊക്കെ നൈസായിട്ട് തോലൊക്കെ പൊളിച്ച് മുപ്പര് കാര്യങ്ങളൊക്കെ തുടങ്ങി. സംഭവം അടിപൊളി വ്യൂ ഒക്കെ അല്ലേ അവിടെ കാണുമ്പോൾ തന്നെ. ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക വെച്ചാൽ പ്രത്യേക വൈബായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങളിതാ പരിപാടികളൊക്കെ സ്റ്റാർട്ടായി. ഉള്ളിയൊക്കെ ഓൾമോസ്റ്റ് തോല് പൊളിച്ച് പിന്നെ ഇഞ്ചി നന്നാക്കാണ്ടായിരുന്നു, വെളുത്തുള്ളി, അങ്ങനെ കുറച്ച് ഇതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ. ബീഫായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ചേട്ടൻ നന്നാക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കൊണ്ടുവന്ന ബീഫ് ഒരു പാത്രത്തിലേക്ക് തന്നെ പൊട്ടിച്ചിട്ടോ. ബീഫ് കഴുകിയെടുക്കാൻ പോവുകയാണ്. അപ്പം അത്യാവശ്യം നല്ല ബീഫാണ് കണ്ടിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ആ അരുവിയത്തെ വെള്ളത്തിൽ വെച്ചിട്ടാണ് കഴുകുന്നത്. കാരണം അത്രയും ക്ലിയർ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള വെള്ളമായിരുന്നു. അപ്പം ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ബീഫ് കഴുകുന്നത്. അപ്പോൾ ബീഫിലുള്ള ബ്ലഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കിയിട്ട് കഴുകണം. അങ്ങനെ 1-2 വെള്ളത്തിൽ ഞങ്ങൾ കഴുകി എടുത്തിട്ടു. എന്നാൽ മാത്രമേ ആ ചോര കളറായത് പോവുള്ളൂ. ബീഫ് നല്ല ക്ലീൻ ആയിട്ട് വരുള്ളൂ. അടിപൊളി ബീഫിൻ്റെ കുരുമുളകിട്ട ഫ്രൈയും നല്ല കപ്പ പുഴുങ്ങിയതും ഇന്നത്തെ മെയിൻ സ്പെഷ്യൽ. അത് നമ്മൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നല്ലൊരു കാട്ടരുവിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വൈബ് ഇതുപോലത്തെ വൈബ് സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ബീഫ് കഴുകിയപ്പോത്തിന് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കണം. അപ്പം അതിൻ്റെ തിരക്കിലാണ്. അപ്പം ഞങ്ങൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കേട്ടോ കുക്ക് ചെയ്യുന്ന. ചുറ്റൂറും വലിയ വലിയ പാറക്കല്ലുകളാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞൊഴുകും. പിന്നെ നമ്മളിതാ കപ്പ തോല് വലിക്കാനുള്ള ശ്രമത്തിലാണ്. ആദ്യം തോല് വലിക്കുന്നു. ഒരു മാക്സിമം
കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ആദ്യം തന്നെ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കിട്ടോ. അത്യാവശ്യം തോന ഉള്ളിയൊക്കെ ഇട്ടണ്. പിന്നെ അതിലേക്ക് ഇതാ കരിവേപ്പിൻ്റെ ഇല ഇട്ടു. പിന്നെ അതിലേക്ക് പച്ചമുളക് ഇടണം. പച്ചമുളക് മുറിച്ചിട്ട് ഇടണം കേട്ടോ. ഇതുപോലെ പച്ചമുളകൊക്കെ പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് മതി. അങ്ങനെ പച്ചമുളക് മുറിച്ചിട്ടു. പിന്നെ അടുത്തതായിട്ട് തക്കാളിയാണ് മുറിച്ചിടുന്നത്. പിന്നെ ഇതാ നമ്മൾ ബീഫിലേക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ടേ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊക്കെ ആവശ്യത്തിന് മാത്രം. 1.5 കിലോനാണ് ബീഫ്. 1.5 കുറച്ച് കൂടുതലുണ്ടാവും. നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഈ മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് ആ ബീഫും പിന്നെ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ട് വരും. പിന്നെ അതിലേക്ക് ഇതാ ഞങ്ങളൊരു നാരങ്ങ ഉണ്ട് മുറിച്ചിട്ട് പിന്നെ ഒഴിച്ചിട്ടും. കാരണം നാരങ്ങ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് നന്നായിട്ട് പെട്ടെന്ന് കുക്കാവും, അതേമാതിരി കുറച്ച് സോഫ്റ്റ് ആവും ചെയ്യും. അതിലും നമ്മൾ കഴിച്ചില്ലാവുന്നു. അങ്ങനെ ഉണ്ട് ലൈറ്റ് എഫക്റ്റ്, നാച്ചുറൽ ലൈറ്റ് അല്ല മൊത്തത്തിൽ. ഞങ്ങളിതാ ഇതുപോലത്തെ ഒരു ഗ്യാസ് അടുപ്പിലാട്ടോ ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. കാരണം കാട്ടിലൊന്നും തീ കൂട്ടാൻ പറ്റില്ല. കാരണം തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാട്ടു തീ ആയി പോവും. കാരണം ഉണങ്ങിയ ചവലയൊക്കെ അവിടെ ഉള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്യാസിൻ്റെ അടുപ്പിൽ ഞങ്ങളിതാ കത്തിച്ച് ബീഫിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം കൊണ്ട് വേവിക്കണം. ബീഫ് റെഡിയാകുന്ന സമയത്ത് ഞങ്ങളിതാ ആ കപ്പ നന്നായിട്ട് ആ അരുവിത്തെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടോ. അത് ശരിയാ, ഓൻ അങ്ങനെ തന്നെ ഇടയ്ക്ക് കിട്ടണമെങ്കിലേ. ബീഫ് നന്നായിട്ട് തിളച്ചിട്ടോ. അപ്പോൾ ബീഫ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അടി പിടിക്കും. പരിപാടിക്കാൻ ബാലേട്ടനെ കൊണ്ടുവരുന്നു. ഏകദേശമായി അടിയിലൊന്നും പിടിക്കില്ല. തീരുള്ളൂ എല്ലാം ഒന്നും പറ്റില്ല. ശരിക്കും 300 ഗ്രാം വെളിച്ചെണ്ണയില്ല അത് വേവിച്ചത്. പൈസയും കൊടുത്ത് വെളിച്ചെണ്ണ ഇല്ല. അവരോട് പറയുന്നത് 500 പൈസ കൂട്ടിനാണ് വെളിച്ചെണ്ണയ്ക്ക്.
ഒരവസ്ഥ സാധനം ഞാൻ പോട്ടിട്ട് കാട്ടുന്നുണ്ട് അത് കിട്ടിയെന്നുണ്ടെന്ന് ഞാൻ വാങ്ങിയിട്ടില്ലേ ബക്കേ 80 കൊല്ലം പാക്കറ്റ് ഫുൾ ചെമ്പ് പത്തിന്റെ കൂടി നല്ല വണ്ടിക്കേണ്ട ഒരു കുക്കറിൽ എത്ര കാലം ടൈമായിപ്പോൾ അങ്ങനെ അതാ നമ്മുടെ ബീഫ് റെഡി ആയിട്ടോ. റെഡിയായ ബീഫ് ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആ പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ബീഫ് നന്നായിട്ട് കുറുകി വന്ന് കാണുമ്പോൾ തന്നെ പ്രത്യേക വൈബുണ്ട്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർമ്മയുണ്ട്. ആ ഒരു കളറാണ് ബീഫ്. ഓഫ് തിക്ക് ഗ്രേവിയും. അടുത്തതായിട്ട് നമ്മളിതാ കപ്പ വേവിക്കാനുള്ള പരിപാടികൾ തുടങ്ങി. കപ്പ വേവിക്കാൻ വേണ്ടിയ പാത്രത്തിൽ കപ്പ, അതിനനുസരിച്ച് വെള്ളം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് ഇളക്കി ഇനി അത് വെന്ത് വരണം. പൂള വെന്ത് കഴിഞ്ഞ് ഉടയ്ക്കാനുള്ള വടിയാട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൂള അല്ല വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വന്നു. അപ്പോൾ പൂള വെന്തോന്ന് ഞങ്ങൾ നോക്കുകയാണ്. സംഭവം കുറച്ച് നേരം ടൈം എടുക്കും പൂള വേകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പൂള ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലുള്ള വെള്ളം ഊറ്റാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ വെള്ളമൊക്കെ ഊറ്റി പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ വടി കൊണ്ട് ഇതാ പൂള മൊത്തത്തിൽ ഇങ്ങനെ ഉടക്കി കേട്ടോ. വെന്ത് വന്ന പൂള ഉടച്ചെടുക്കുകയാണ്. കഴിച്ചാൽ നിങ്ങളത് ഇതിപ്പോ കൊണ്ടുപോകണമെങ്കിൽ ഇത് പൊടിയിട്ടേര് തിളക്കട്ടെ. സംഭവം കപ്പയും ബീഫും റെഡിയായി. കപ്പ ഒരു പ്ലേറ്റിലെടുത്ത് അതിലേക്ക് ഇതാ കുറച്ച് ബീഫ് കൊണ്ട് ഒഴിച്ചിട്ടോ. ബീഫ് എന്നൊക്കെ ഒരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് ഒരു രക്ഷയില്ല. ഒരു അരുവിയിൽ നിന്ന് വരുന്ന ആ അരുവിയുടെ ചെറിയ ചെറിയ സൗണ്ട്, പിന്നെ കാട്ടിൻ്റെ സൗണ്ട്, മൊത്തത്തിലൊരു വല്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അരുവീൻ്റെ സൈഡിലുള്ള ഒരു പാറപ്പുറത്ത് നിന്നിട്ട് ഞാൻ ബീഫും കപ്പയും കൂടി കഴിക്കാൻ തുടങ്ങി കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. കപ്പയൊക്കെ നല്ല വെന്തുടങ്ങി നല്ല സോഫ്റ്റായ കപ്പയും അതേമാതിരി തന്നെ ബീഫും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കൂടെയുള്ള എല്ലാവരും ബീഫും കപ്പയും കഴിക്കുന്ന തിരക്കിലാട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പ്രകൃതിയെ ആസ്വദിച്ചിട്ട് എല്ലാവരും കഴിക്കുന്നത്. സംഭവം എന്താ പറയുക, മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. കപ്പയൊക്കെ അതാ പൂ പോലെ വെന്തിന്. അതിലേക്ക് ആ ബീഫും ഓഫ് എന്താ പറയുക. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് കുറച്ച് റൈസ് വാങ്ങിയിരുന്നു കേട്ടോ, ഈ ബീഫ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് റൈസും ആ ബീഫും എടുത്ത് കഴിച്ചു. സംഭവം സെറ്റാണ്. ബീഫ് ഒരു രക്ഷയില്ല. നല്ല കുരുമുളകും മസാലപ്പൊടികളൊക്കെ ഇട്ട ബീഫാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്പൈസി ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചോറും കൂട്ടി കഴിച്ചു. സംഭവം അടിപൊളി തന്നെയായിരുന്നു.
ഞങ്ങളിതാ കുക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കുരങ്ങന്മാരൊക്കെ വരാൻ തുടങ്ങിയിട്ടോ അവിടേക്ക്. ഞങ്ങൾ അവിടെ കുക്കിംഗ് ഒക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവർ വന്നത്. അങ്ങനെ ഞങ്ങൾ കപ്പയും ബീഫും ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് സ്ഥലം കാലിയാക്കിട്ടോ. കാരണം കുറേ നേരമൊക്കെ അവിടെ നിൽക്കൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇപ്പോൾ തന്നെ കുരങ്ങന്മാർ പറഞ്ഞു ഇനി എന്തൊക്കെ വരും എന്നറിയില്ല. അപ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ അവിടുന്ന് സ്ഥലം കാലിയാക്കി. ഇതാ പോകുന്ന വഴിക്ക് ഇതാ പാമ്പിൻ്റെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്തായാലും. അപ്പം ഇതാണ് ഇതുപോലത്തെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ പോയിട്ട് കുക്ക് ചെയ്യാനുള്ള അനുമതിയൊന്നും ഇല്ല. നമ്മൾ അറിയുന്ന ഒരാളെ കെയർ ഓഫ് പോയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ ഫോറസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറാതിരിക്കുക. കാരണം പല തരത്തിലുള്ള വിഷമുള്ള പാമ്പുകളും വന്യജീവികളൊക്കെ ഉണ്ടാകും. ഇതൊരു ഫോറസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.